നാരികൾ നാരികൾ നാണം കുടുങ്ങികൾ വിശ്വവിപത്തിൻ്റെ നാരായ വേരുകൾ ചങ്ങമ്പുഴയുടെ വരികളാണ്. ഇന്നൊരു നാരി കാരണം, യുവതി കാരണം ഒരു യുവാവ് തൻ്റെ ജീവിതം ഒരു മുഴം കയറിൽ അവസാനിപ്പിച്ച് എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും യാത്രയായി. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യുവതി ബസ്സിൽ യാത്ര ചെയ്യവേ എനിക്ക് യാത്രക്കാരനിൽ നിന്നും മോശമായ അനുഭവമുണ്ടായി, ലൈംഗിക അതിക്രമമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി ഒരു വീഡിയോ പങ്കുവച്ചു. ഗ്യാലറി നമുക്കെതിരാണല്ലോ എന്ന് പറയുന്നത് പോലെ ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ മുഴുവൻ ആ യുവതിക്കെതിരായിരുന്നു. യുവതിക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളായിരുന്നു ആ കമൻറ്റുകളിൽ ഉടനീളം കാണാൻ സാധിച്ചത്. അവസാനം ഗത്യന്തരമില്ലാതെ യുവതി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ശേഷം മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോയിൽ ഈ പറയപ്പെട്ട യാത്രക്കാരൻ അയാളുടെ കൈമുട്ടുകൊണ്ട് യുവതിയുടെ മാറിൻ്റെ ഭാഗത്ത് തുടർച്ചയായി ഉരസുന്നു എന്ന് കാണിച്ചുകൊണ്ട് തനിക്ക് ആ യാത്രക്കാരിൽ നിന്നും ലൈംഗികാതിക്രമം ഉണ്ടായി എന്നുള്ളത് ഉറപ്പാണ്, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിനെ സൂചിപ്പിക്കലായിരുന്നു രണ്ടാമത്തെ വീഡിയോ കൊണ്ട് യുവതി ഉദ്ദേശിച്ചത്. എന്നാൽ രണ്ടാമതൊരു വീഡിയോ കൂടി തനിക്കെതിരെ പുറത്തു വന്നു എന്നറിഞ്ഞ് മാനസികമായി തകർന്ന ആ യുവാവ് കടുത്ത അപമാന ഭാരത്താൽ ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്തു. എൻ്റെ അഭിപ്രായത്തിൽ തീർത്തും അപക്വമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ആ യുവതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇനി ആ യുവതി പറയുന്നത് പോലെ, അവകാശപ്പെടുന്നത് പോലെ അയാളിൽ നിന്നും ലൈംഗിക അതിക്രമം ഉണ്ടായെങ്കിൽ തന്നെ യുവതി ചെയ്യേണ്ടിയിരുന്നത് ആ തെളിവുകളുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. അയാൾ ശരിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ തന്നെ അയാൾക്ക് ആ തെറ്റ് മനസ്സിലാകുകയും ശേഷം ഒരു കൗൺസിലിങ്ങോടുകൂടി അവസാനിപ്പിക്കാമായിരുന്ന ഒരു കേസായിരുന്നു ഇത്. അതല്ല, അയാൾ ആ കുറ്റം നിഷേധിക്കുകയാണെങ്കിൽ ഇവിടെ നിയമങ്ങളുണ്ട്, കോടതിയുണ്ട്. അതിനുള്ള ക്ഷമ കാണിക്കാതെ, പക്വമായി കൈകാര്യം ചെയ്യാതെ ആ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതിലൂടെ സത്യത്തിൽ ആ യുവതി ചെയ്തത് ആ യുവാവിനെ പരസ്യമായി വിചാരണ ചെയ്യാൻ സമൂഹത്തിന് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ, നിങ്ങളുടെ യാത്രാവേളകളിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന, നിങ്ങളുമായി സഹകരിക്കുന്ന പുരുഷന്മാരെല്ലാം മാന്യന്മാരാണ് എന്ന അവകാശവാദമൊന്നും എനിക്കില്ല. പക്ഷേ കാഴ്ചയിൽ നല്ല ഹൈറ്റും വെയിറ്റും കപ്പട മീശയൊക്കെ വെച്ച എല്ലാ പുരുഷന്മാരും കരുത്തരും ശക്തരുമല്ല. ഇത്തരം ആരോപണങ്ങളിൽ വീണു പോവുകയോ കേസുകളിൽ അകപ്പെടുകയോ ചെയ്യുന്ന എല്ലാ പുരുഷന്മാർക്കും അതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാനുള്ള തൻ്റെ ഇടമോ സാമർഥ്യമോ ഉണ്ടാവണമെന്നില്ല. ഒരുപക്ഷെ അത്തരം പുരുഷന്മാർ നിങ്ങൾ സ്ത്രീകളെക്കാളും നാണം കുടുങ്ങികളോ അന്തർമുഖരോ ആയിരിക്കും. ആത്മഹത്യ ചെയ്ത ദീപക്കും ചിലപ്പോൾ അതുപോലെ ഒരു പുരുഷനാവാം. ഒരുത്തൻ്റെ ജീവനെടുത്ത് അവൻ്റെ കുടുംബം തകർത്തിട്ട് നീ വയനാട്ടിൽ ഉല്ലാസയാത്രയ്ക്ക് പോയി രസിക്കുകയാണ് അല്ലേടി എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള രൂക്ഷമായ അധിക്ഷേപം നിറഞ്ഞ കമൻറ്റുകൾ ആ യുവതിയുടെ പുതിയ വീഡിയോസിന് താഴെയും നിറയുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ യുവതി ഒരു സാധാരണ യുവതിയല്ല. അവർ കഴിഞ്ഞ 5 വർഷം അവരുടെ നാട്ടിലെ പഞ്ചായത്തിലെ ജനപ്രതിനിധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അത് പക്വമായി കൈകാര്യം ചെയ്യേണ്ടതിനെക്കുറിച്ച് പൊതുപ്രവർത്തകയായ യുവതിയെ ആരും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഹോദരിമാരെ, ഇനി നിങ്ങൾക്കാർക്കെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായാൽ ഈ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഈ സംഭവങ്ങൾ മുൻനിർത്തി വേണം നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഈ സംഭവം അതിനുതകുന്ന ഒരു പാഠമാവട്ടെ.